കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് എല്ലാരും ഏകാദശി എടുക്കുമല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനീതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് ഷഡ്ഗോസ്വാമിമാരുടെ ലീലകളാണ് കാണാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഷഡ്ഗോസ്വാമിമാരെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മള് ആ 8 പ്രാർത്ഥനകൾ ഷഡ്ഗോസ്വാമിമാരെ കുറിച്ച്, അത് ആരെ എഴുതിയെന്ന് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തെ കുറിച്ചുള്ള ലീലകൾ. ഷഡ്ഗോസ്വാമി അഷ്ടകം രചിച്ചത് ശ്രീനിവാസ് ആചാര്യരാണ്. ശ്രീനിവാസ് ആചാര്യ രചിച്ച ഷഡ്ഗോസ്വാമി അഷ്ടകം. അപ്പൊ ഈ അഷ്ടകത്തില് നമുക്ക് എന്തായാലും ഈ 6 ഗോസ്വാമിമാരെ കുറിച്ച് പഠിക്കാൻ നമ്മൾ കുറച്ച് ഓരോ ആഴ്ചയും എടുക്കും. ഓരോ ഗോസ്വാമിമാരെ കുറിച്ചും പറയാൻ ഒരുപാടുണ്ട്. അപ്പോ ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും നോക്കാം. അപ്പൊ ബുക്കുള്ളവര് വൈഷ്ണവ ഗീതങ്ങൾ ബുക്കിനകത്ത് ഷഡ്ഗോസ്വാമി അഷ്ടകമുണ്ട്. ഈ അഷ്ടകം നമ്മൾ പഠിക്കുന്നതും വളരെ നല്ലതാണ്. കൃഷ്ണോത്കീർത്തന ഗാന നർത്തന പരോ പ്രേമാമൃതാംബോനിധി ധീരാധീര ജനപ്രിയോ പ്രിയകരോ നിർമത്സരോ പൂജിതോ ശ്രീചൈതന്യ കൃപാഭരോ ഭുവി ഭുവോ ഭരവഹന്തരതോ വന്ദേ രൂപ സനാതനോ രഘുയുഗോ ശ്രീജീവഗോപാലകോ. കൃഷ്ണോർ കീർത്തന ഗാന നർത്തന പരോ. കൃഷ്ണോർ കീർത്തന, കൃഷ്ണന്റെ നാമം, കൃഷ്ണന്റെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ട്, കീർത്തനം ചെയ്തുകൊണ്ട് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഗാനം, അത് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നൃത്തം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേമാമൃതോ നിധി, പ്രേമാമൃതമാകുന്ന നിധിയാണ് ഈ നമ്മൾ ഈ പറയുന്ന 6 ഗോസ്വാമിമാര്. അവരെപ്പോഴും എന്താ ചെയ്യുന്നത്? ഹരിയുടെ നാമം ജപിച്ച് ആനന്ദത്തിൽ നൃത്തമാടുകയാണ്. പ്രേമാമൃതാംബോ നിധി ധീര അധീര ജനപ്രിയോ പ്രിയകരോ നിർമത്സരോ പൂജിതോ. ധീര അധീര ജനപ്രിയോ, ജനപ്രിയ, എല്ലാ ജനങ്ങൾക്കും പ്രിയനാണ്. ആർക്കും അതായത് ഈ 6 ഗോസ്വാമിമാരെ കുറിച്ച് ഒരു വ്യക്തി പോലും തെറ്റ് പറയില്ല. കാരണം അത്രയും സൗമ്യതയുള്ള സ്വഭാവം, ആർക്കും ആരോടും അസൂയയില്ലാത്ത വ്യക്തികളാണ്. ആരോടും അസൂയയില്ല, ആരോടും ഒരു പരാതിയില്ല, ആരോടും ഒരു ദേഷ്യമില്ല. വളരെ സൗമ്യനാണ്. ഏറ്റവും താഴെ എതിർപ്പുള്ള വ്യക്തികൾക്ക് പോലും, ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ എന്ത് കണ്ടാലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പോലും പ്രിയങ്കരരാണ് ഈ 6 ഗോസ്വാമിമാർ. അവരെന്ത് ചെയ്താലും അവരെല്ലാരെയും പ്രീതിപ്പെടുത്തുന്നു. അതാണ് ഈ 6 ഗോസ്വാമിമാരുടെ സ്വഭാവ സവിശേഷതയാണത്. ധീര അധീര ജനപ്രിയോ പ്രിയകരോ നിർമത്സരം, ഒരു മത്സരവുമില്ല. പൂജിതോ, എല്ലാരാലും പൂജിക്കപ്പെടുന്നവരാണ്.
പിന്നീട് ശ്രീ ചൈതന്യ കൃപാഭരൗ ഭുവി ഭുവോ ഭരവഹന്താരകൗ. ഇപ്പോ ഈ 6 ഗോസ്വാമിമാര് എന്താണ് ചെയ്തത്? ചൈതന്യ മഹാപ്രഭുയുടെ നിർദ്ദേശപ്രകാരം ചൈതന്യ മഹാപ്രഭു ആഗ്രഹിച്ച പോലെ അവർ ഈ ഭൗതിക ലോകത്ത്, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ എല്ലാ ആത്മാക്കളെയും ഇവിടെ നിന്ന്, ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങളെല്ലാം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് ആര്? വന്ദേ രൂപ സനാതന. ആ രൂപ സനാതന രഘുയുഗവും. രഘുയുഗം എന്ന് പറയുമ്പോ രഘുനാഥ ഭട്ട ഗോസ്വാമി, ശ്രീ രഘുനാഥ ദാസ ഗോസ്വാമി, ശ്രീ ജീവ ഗോസ്വാമി, ശ്രീ ഗോപാല ഭട്ട ഗോസ്വാമി. ഇതാണ് 6 ഗോസ്വാമിമാർ. ആ ഗോസ്വാമിമാർക്ക് വന്ദേ രൂപ, വന്ദേ, അദ്ദേഹത്തിന് ഈ 6 ഗോസ്വാമിമാർക്കും ഞാൻ ആദരപൂർവം ഉള്ള പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇതാണ് ആദ്യത്തെ പ്രാർത്ഥനയുടെ അർത്ഥം. ഇനി അടുത്ത അഷ്ടകമാണ്. അപ്പൊ 8 പ്രാർത്ഥനകളുണ്ട്. അതിൽ രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് നാളത്തെ ക്ലാസ്സിൽ, അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നോക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ലെവൽ 3 ക്ലാസ്സിൽ പറയാറുള്ള പ്രാർത്ഥനയാണ്. അത് ആർക്കെങ്കിലും അറിയോ? ഹരേ കൃഷ്ണ. നാനാശാസ്ത്ര വിചാരണയ്ക്ക് നിപുണോ നാനാശാസ്ത്ര വിചാരണയ്ക്ക് നിപുണോ സംസ്ഥാപകോ ലോകാനാം ഹിതകാരിണോ ത്രിഭുവനേ ശരണ്യാകരോ കൃഷ്ണ പാതാരവിന്ദപദയോ ഹരി ബോൾ. ജയ്. ഹരേ കൃഷ്ണ. എപ്പോഴും നമ്മള് ആദരപൂർവം പ്രണമിക്കേണ്ടതാണ് ഈ 6 ഗോസ്വാമിമാരും. അവരുടെ ജീവിതം മൊത്തവും നമ്മളെ പോലുള്ള അധമർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പോ നമ്മൾ എന്തായാലും 6 ഗോസ്വാമിമാരെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോ അടുത്ത അഷ്ടകത്തിലെ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹരിബോൾ. അപ്പൊ നമ്മുടെ 6 ഗോസ്വാമിമാർ, ഈ 6 ഗോസ്വാമിമാര് ആ ഇമ്പോർട്ടൻസ് അറിയണമെങ്കിൽ, 6 ഗോസ്വാമിമാരുടെ എന്താണ് അവരുടെ അവതാര ഉദ്ദേശം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ കള്ളം എന്താണെന്ന് നമ്മൾ അറിയണം. ഈ ലോകത്ത് ഏറ്റവും വലിയ കള്ളം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാരും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ കൃഷ്ണാവതി വന്നപ്പോ നമുക്ക് മനസ്സിലായി. അതിനു മുമ്പ് എല്ലാരും ചിന്തിച്ചിരുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള കൂടുതൽ വസ്തുക്കൾ കിട്ടുമ്പോ ഞാൻ സന്തോഷവാനാകും. നമ്മൾക്ക് സന്തോഷം കിട്ടുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ സംതൃപ്തിപ്പെടുമ്പോഴാണ് ഭൗതികമായിട്ടുള്ള നമ്മളുടെ ബന്ധങ്ങൾ, ഭൗതിക വസ്തുക്കൾ, നമുക്ക് ഭൗതികമായി കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്ന അംഗീകാരം, ഇതെല്ലാമാണ് എൻ്റെ സന്തോഷത്തിന് കാരണം. ഇത് ഒരു വലിയ കള്ളമാണ്. ഇതൊന്നും നമുക്ക് സന്തോഷം തരില്ല. അതൊക്കെ കുറച്ചു നേരം തരുമായിരിക്കും, ഒരു കുമിള പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരം സന്തോഷങ്ങളാണ്. ഈ കള്ളം, ഇത് കള്ളമായിട്ട് പോലും ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും എന്താണ് ഈ കള്ളത്തിന്റെ പുറകെയാണ്. ഇതാണ് സത്യമെന്ന് വിചാരിച്ച് ഇതിന്റെ പുറകെ ഓടുകയാണ്. എല്ലാരും ഓട്ടമാണ്. എന്താണ് എല്ലാരും നോക്കുന്നത്? എന്താണ്? ആ സംതൃപ്തി, മനസ്സിന് സംതൃപ്തി കിട്ടാനുള്ള ഓട്ടത്തിലാണ്, ആ രുചി കിട്ടാനായിട്ട് രാവും പകലും അധ്വാനിക്കുകയാണ് ആ രുചിക്ക് വേണ്ടി. പക്ഷേ ഇവരാരും മനസ്സിലാകുന്നില്ല, ഇത് വെറും താഴെക്കിടെ കിടക്കുന്ന രുചിയെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുന്ന ആ രുചിയുടെ പുറകെയാണ് എല്ലാവരും ഓടുന്നത് എന്ന്. നമുക്ക് ആ ഉയർന്ന ഹയർ രസ പരം ദൃഷ്ട പ്രവർത്തത, ആ ഉയർന്ന രുചി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ താഴത്തെ രുചിയുടെ പുറകെ ഓടും. ആ ഉയർന്ന രുചിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഗോസ്വാമിമാർ, അവരുടെ സംഭാവന, ഈ സത്യം, ഈ കള്ളം മാറ്റി സത്യത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ഗോസ്വാമിമാർ
ഒരുപാട് നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് കള്ളം? അപ്പൊ ഇതാണ് കള്ളം. എപ്പോഴാണ് കള്ളം സത്യമായി മാറുന്നത്? ഈ കള്ളത്തരം തന്നെ നമ്മൾ ഉറച്ച് ഒരുപാട് നാള് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അത് സത്യമായിട്ട് എടുക്കും. എന്നിട്ട് ഈ സത്യത്തെ ആൾക്കാരെല്ലാം ഇതാണ് സത്യം. ഇപ്പൊ നമ്മൾ ഒരു ഭൗതികമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള രുചി, സത്യം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതൊക്കെ നശിക്കും, നമുക്ക് ഭഗവാനെ കുറിച്ചാണ് അറിയേണ്ടത്, അതാണ് അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ പറഞ്ഞാൽ എന്ത് പറയും? നമുക്ക് വട്ടാണെന്നേ അവർ പറയുകയുള്ളൂ. കാരണം എന്താണ്? അവരുടെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സത്യം ഈ കാണുന്നതെല്ലാമാണ് സത്യം, നമ്മൾ ഈ ജീവിതത്തിൽ കിട്ടുന്നതെല്ലാമാണ് സന്തോഷത്തിനുള്ള ഉപാധികൾ എന്ന് ചിന്തിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ കള്ളം സത്യമായി മാറുന്നത്? ഒരുപാട് നാള് ഇപ്പൊ ഒരു സിനിമ ഉണ്ടല്ലോ, നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമ ദൃശ്യം സിനിമയില് ഒരു കള്ളത്തെ സത്യമാക്കി, സത്യമാണെന്ന് എല്ലാരെയും കൊണ്ട് പറയിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരേ കാര്യം തന്നെ എല്ലാവരുടെ അടുത്തും വീണ്ടും വീണ്ടും പറഞ്ഞു അങ്ങനെ ഒരുപാട് നാൾ പറയുമ്പോൾ അതാണ് സത്യം എന്ന് ആൾക്കാർ വിശ്വസിക്കും. അങ്ങനെ കള്ളം എന്തായി മാറി? ഇപ്പോ കള്ളം സത്യമായി മാറി. അങ്ങനെ ഈ കള്ളത്തരം പിന്നെ ആൾക്കാരുടെ ഒരു കൾച്ചറായി മാറും. ഇതാണ് അതൊരു കൾച്ചറായിട്ട് എല്ലാവരും സ്വീകരിക്കും. പിന്നീട് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ കൾച്ചറിനെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പൊ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് നമ്മളുടെ എല്ലാരെയും കൾച്ചർ? ഇപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ആൾക്കാരുടെ കൾച്ചർ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മളൊക്കെ വെറും ലോക്കൽ കൾച്ചർ ആയിട്ടുള്ളവരാന്നൊക്കെയാണ് ഭൗതികവാദികൾ ചിന്തിക്കുന്നത്. ഭയങ്കര ഓൾഡ് ഫാഷൻഡ് ആൾക്കാരാണ് നമ്മള്, അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പൊ പുതിയ കൾച്ചർ, വെസ്റ്റേൺ കൾച്ചറൊക്കെ കൊണ്ടുവരികയാണ്. അതാണ് യഥാർത്ഥ സന്തോഷം കിട്ടുന്നത്, വെസ്റ്റേൺ കൾച്ചർ ആണ് എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതൊരു കൾച്ചറായി മാറി. അപ്പൊ ആദ്യം കള്ളമായിരുന്നു, ആ കള്ളത്തെ അവര് സത്യമാണെന്നാക്കി. അപ്പൊ കള്ളം സത്യമായി മാറി. സത്യമായി മാറി മീൻസ് ആൾക്കാരുടെ ധാരണ മാറുകയാണ്. കള്ളത്തരമാണ് അവര് സത്യമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ അത് അവരുടെ ഒരു കൾച്ചറായി. പിന്നെ എന്താണ്? ഇതേ സാധനം അവർ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. പിന്നെ അത് പരമ്പരാഗതമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെല്ലാം ഇനി എത്തിയത്. ഇവിടെ ഈ ഭൗതികമായിട്ടുള്ള ചിന്തകളില് നമ്മളിങ്ങനെ പരമ്പരാഗതമായിട്ട് അങ്ങനെ ആ കള്ളം, ആദ്യത്തെ ആ കള്ളമാണ് സത്യമാണെന്ന് ധരിച്ച് അത് നമ്മുടെ കൾച്ചറായിട്ട് പരമ്പരാഗതമായിട്ട് നമ്മളിങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോ ഇതിനെയെല്ലാം, ഈ കള്ളത്തിനെ മുറിച്ചു കളഞ്ഞ് സത്യമാക്കാനായിട്ട് നമ്മുടെ പ്രപഞ്ചത്തില് ഭഗവാൻ ഒരു കാര്യം തന്നിട്ടുണ്ട്. അതായത് ഭഗവാൻ തന്റെ ലീലകളൊക്കെ അവസാനിപ്പിച്ചു. ദ്വാപരയുഗത്തില് തന്റെ ലീലകൾ അവസാനിപ്പിച്ച് ഭഗവാൻ പോയപ്പോ അവിടെ ധർമ്മം, സ്വധാമത്തിൽ പോയപ്പോ ധർമ്മവും എല്ലാം ഭഗവാന്റെ കൂടെ പോയി. ധർമ്മവും ജ്ഞാനവും എല്ലാം വിട്ടുപോയി. അപ്പൊ കലിയുഗം ഭയങ്കര അന്ധകാരമായി. പക്ഷേ കലിയുഗത്തില് ഭഗവാൻ ഒരു കാര്യം തന്നിട്ടുണ്ട്. അതാണ് ശാസ്ത്രങ്ങൾ. ഈ ശാസ്ത്രങ്ങൾ ഈ കള്ളത്തിനെ എല്ലാം വെട്ടി നശിപ്പിക്കും. ആ ശാസ്ത്രം നമുക്ക് ആ പ്രകാശം, ആ ശാസ്ത്രത്തിലൂടെ അജ്ഞാനം മാറ്റി ആ പ്രകാശം തരാനുള്ള ശാസ്ത്രം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാരെന്താ ഈ ശാസ്ത്രത്തെ വിശ്വസിക്കില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് പറഞ്ഞാൽ അത് വിശ്വസിക്കും, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, അവർക്ക് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നവരെന്തേലും പറഞ്ഞാൽ വിശ്വസിക്കും. ശാസ്ത്രങ്ങളൊക്കെ പണ്ട് ആരോ എഴുതിയ ഓരോ കഥകളാണ് എന്നുള്ള ധാരണയിലിരിക്കുകയാണ്. അത്രയും അന്ധകാരത്തിലിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ആ ജ്ഞാനം തരാനായിട്ട് ഈ ഗോസ്വാമിമാർക്ക് നമ്മുടെ ചൈതന്യ മഹാപ്രഭു, ഭഗവാൻ തന്നെ വന്ന് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോ ഈ ഗോസ്വാമിമാർ ആ തത്വത്തെ പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. തത്വം, ആ സത്യത്തെ പുനഃസ്ഥാപിക്കുന്നു. നമ്മളുടെ മനസ്സിനെ വിശ്വസിക്കും, നമ്മൾ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കും, നമ്മൾ മീഡിയ 24 മണിക്കൂറും ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കും. അവരാണെങ്കിൽ ഫുൾ മാർക്കറ്റിംഗ്, അവർക്ക് എങ്ങനെ ആൾക്കാരെ റേറ്റിംഗ് കൂട്ടാന്നുള്ള ചിന്തയിലാണ്. ഇല്ലാത്ത കാര്യം വേണമെങ്കിൽ അവർ തന്നെ കുറെ മസാലയൊക്കെ ചേർത്ത് പറയും. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്.
അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്, ഗ്രാമ്യ കഥ കേൾക്കരുത്. ഗ്രാമ്യ കഥ കേട്ടാൽ നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ള അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് 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 ശ്രവണം അത് ആരെക്കുറിച്ചാണ്? ഭഗവാനെ കുറിച്ചാണ് കേൾക്കേണ്ടത്. ചില ആൾക്കാർ രാവിലെ എണീറ്റ് വൈകിട്ട് ഉറങ്ങുന്നത് വരെ ഫുൾ ടൈം ന്യൂസ് ചാനൽ ഇട്ടുകൊണ്ടിരിക്കും. പക്ഷെ അത് അവര് വിചാരിക്കും, ഞാൻ വേറൊന്നും കാണുന്നില്ലല്ലോ, സീരിയലോ സിനിമയൊന്നും അല്ല, ഞാൻ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അത് അറിവ് കിട്ടുമല്ലേ, അതല്ലേ വേണ്ടത്, നാട്ടിൽ എന്തൊക്കെ നടന്നു അറിയണ്ടേ. ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മുടെ എന്താണ് എല്ലാരും അവരവരുടെ ഓരോ അഭിപ്രായങ്ങൾ പറയും, അതല്ലേ നല്ലത്. പക്ഷെ ഇതെല്ലാം നമ്മളുടെ ആ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യാൻ, എല്ലാം അഴുക്ക് വന്ന് അതിനെ അങ്ങ് വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ് ഇത്രയും അഴുക്ക് പിടിച്ച് കട്ടയായിട്ടിരിക്കുന്ന നമ്മുടെ ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാനായിട്ട് ഹരിനാമം എല്ലാ ദിവസവും 16 മാല നാമം ജപിച്ച് ഈ അഴുക്കിനെയൊക്കെ എടുത്ത് കളയണം. അപ്പൊ ആ നാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക. അതുകൊണ്ടാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നത് ഗോസ്വാമിമാരാണ്. അപ്പോ സത്യത്തെ നമ്മൾ കേൾക്കുന്നില്ല. നമ്മളെല്ലാരും ആ സത്യത്തെ മറന്ന് പണ്ടത്തെ ആ കള്ളത്തിനെ സത്യമായിട്ട് ചിന്തിച്ച് ജീവിക്കുകയാണ്. അതിനെ മാറ്റി ശരിക്കുമുള്ള സത്യത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ചൈതന്യ മഹാപ്രഭു ഏൽപ്പിച്ചതാണ് ഈ 6 ഗോസ്വാമിമാർ. അപ്പൊ 6 ഗോസ്വാമിമാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭുവിന്റെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയാം. അപ്പൊ ചൈതന്യ മഹാപ്രഭു നവദ്വീപിലാണ് അദ്ദേഹം ജനിച്ചു. പിന്നീട് അദ്ദേഹം ഈശ്വരപുരിയിൽ നിന്നാണ് ദീക്ഷ ലഭിച്ചു. അദ്ദേഹം നാമസങ്കീർത്തനം എല്ലായിടത്തും വ്യാപിപ്പിച്ചു. പിന്നെ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. പിന്നെ സന്യാസി ആയതിനു ശേഷം അദ്ദേഹം പോയ 2 സ്ഥലങ്ങളുണ്ട്, പ്രയാഗ്, വാരണാസി. ഈ 2 സ്ഥലത്ത്, പ്രയാഗ്, വാരണാസി, ഈ 2 സ്ഥലത്ത് വെച്ചിട്ടാണ് ഗോസ്വാമിമാരെ കണ്ടുമുട്ടുന്നത്. എല്ലാരെയും ഒന്നിച്ചല്ല, എല്ലാരും പലപ്പോഴായിട്ടാണ് ഈ ഗോസ്വാമിമാര് വരുന്നത്. പിന്നീട് അദ്ദേഹം പുരിയിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ ഭക്തന്മാരുമായിട്ട് ഇരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ ലീലകൾ അവസാനിപ്പിക്കുന്നത് ഗംഭീരയിലാണ്. അവിടെ അതീന്ദ്രിയമായ ഭഗവത് പ്രേമത്തിലാണ് അദ്ദേഹം തന്റെ ലീലകൾ അവസാനിപ്പിച്ചു പോകുന്നത്. അപ്പൊ അദ്ദേഹം തുടങ്ങിയത് എവിടെയാണ്? നവദ്വീപിൽ തുടങ്ങി. പിന്നെ അദ്ദേഹം നാമസങ്കീർത്തനം എല്ലായിടത്തും വ്യാപിപ്പിച്ചു. അപ്പൊ അതിന് അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുമായിരുന്നു. ദക്ഷിണ ഭാരതത്തിലേക്ക്, ഈ സൗത്ത് ഇന്ത്യയിലേക്ക് പോകും. പിന്നീടാണ് അദ്ദേഹം പ്രയാഗിലും വാരണാസിയിലും പോകുന്നത്. അപ്പൊ ഇവിടെ വെച്ചാണ് അദ്ദേഹം ഒരു ഘടന, സിസ്റ്റമാറ്റിക് ആയിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഘടന കൊണ്ടുവരുന്നത് ഈ സ്ഥലത്താണ്, പ്രയാഗ്, വാരണാസി. പിന്നീട് ജഗന്നാഥപുരി പോവും. അവിടെ അദ്ദേഹം ഇത് ദൃഢമാക്കും. പിന്നെ ഗംഭീരയിലാണ് അദ്ദേഹം അത് ആസ്വദിച്ച്, ഭഗവാന്റെ പ്രേമം ആസ്വദിച്ച് തന്റെ ലീലകൾ അവസാനിപ്പിക്കും. ഈ 6 ഗോസ്വാമിമാരാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഘടന, ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചറിങ് ചെയ്തത് എന്ന് പറയുന്നു. 6 ഗോസ്വാമിമാരാണ്. ചൈതന്യ മഹാപ്രഭു ഇവരെ ഏൽപ്പിച്ചതാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് ആ ഭഗവാനോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അത് ഈ വെള്ളച്ചാട്ടം പോലെയാണ്. വലിയ വെള്ളച്ചാട്ടം. നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. ഭയങ്കര ഭാരമുള്ളതാണ് ആ ചൈതന്യ പ്രഭുവിന്റെ കയ്യിലുള്ള പ്രേമം, ഭഗവത് പ്രേമം. അപ്പൊ ഭഗവത് പ്രേമം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഗോസ്വാമിമാര് ഈ ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിനെ ഒരു കടലാക്കി തന്നു. അപ്പൊ കടലാകുമ്പോൾ നമുക്ക് ആ കടലിന്റെ അടുത്ത് അവിടെയൊക്കെ നീന്താനും ഒക്കെ സാധിക്കും. പക്ഷെ വെള്ളച്ചാട്ടത്തിനുള്ള സ്ഥലത്ത് നമുക്ക് നീന്താനൊന്നും പറ്റില്ല, അത് ആസ്വദിക്കാൻ പറ്റില്ല, നമുക്കത് താങ്ങുന്നതിന് അപ്പുറമാണ്. എന്നാൽ ഒരു കടല് പോലെ കിടക്കുമ്പോ, പരന്നിങ്ങനെ കിടക്കുമ്പോ നമുക്ക് അതിൽ ഇറങ്ങാൻ പറ്റും. അപ്പോ ആ സ്നേഹത്തിനെ, ഭഗവത് പ്രേമത്തിനെ കടലാക്കി തന്ന് നമുക്ക് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സാഹചര്യം തന്നത് 6 ഗോസ്വാമിമാരാണ്. അപ്പോ ഈ 6 ഗോസ്വാമിമാർ ശരിക്കും ആരാണ്? ഇവരാരും സാധാരണ ബദ്ധാത്മാക്കളല്ല. ഇവരെല്ലാരും മഞ്ജരികളാണ്. മഞ്ജരി എന്ന് പറഞ്ഞാൽ ആരാണ്? രാധാറാണിക്ക് അഷ്ടസഖികളുണ്ട്.
8 രാധാറാണിയെ സേവിക്കുന്ന അഷ്ടസഖികൾ. അപ്പൊ ഈ അഷ്ടസഖികളെ സേവിക്കുന്ന അഷ്ടസഖികളുടെ സെർവൻസ് ആണ് മഞ്ജരി എന്ന് പറയുന്നത്. അഷ്ടസഖിമാരെ സേവിക്കുന്നതാണ് മഞ്ജരീസ്. അപ്പൊ ഈ മഞ്ജരി എന്ന് പറയുമ്പോ ശരിക്കും ഒരു 11-12 വയസ്സ് പ്രായം വരുന്നതാണ് മഞ്ജരി. ഈ മഞ്ജരിമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് മഞ്ജരീസ് ഉണ്ട്. അതിൽ ഈ പറയുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഈ 6 ഗോസ്വാമിമാർ എന്ന് പറഞ്ഞാൽ രാധാറാണിക്ക് അഷ്ടസഖികളുണ്ട്. ഈ ഓരോ സഖിമാർക്കും മഞ്ജരിമാരുണ്ട്. ഇതില് പ്രധാനിയായിട്ടുള്ള സഖി ആരാണ്? രാധാറാണിയുടെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള സഖി ലളിതാ സഖിയാണ്. അപ്പൊ ലളിതാ സഖിയെ സേവിക്കുന്ന 8 മഞ്ജരിമാരുണ്ട്. രൂപമഞ്ജരി, രസമഞ്ജരി, ഗുണമഞ്ജരി, ലവംഗമഞ്ജരി, കസ്തൂരി മഞ്ജരി, വിലാസ മഞ്ജരി, അങ്ങനെ 8 മഞ്ജരിമാരുണ്ട്. അതില് 6 മഞ്ജരിമാരാണ് ഈ പറയുന്ന നമ്മുടെ ആരൊക്കെയാണ് ഈ മഞ്ജരി? 6 മഞ്ജരിമാരാണ് ഈ 6 ഗോസ്വാമിമാരായിട്ട് അവതരിക്കുന്നത്. അതായത് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ് ഗോസ്വാമി, ജീവ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി. അപ്പോ ഈ 6 ഗോസ്വാമിമാരുടെയും പേര്, അത് ഓരോരുത്തരും ഏതൊക്കെ മഞ്ജരി ആണെന്നുള്ളത് നമ്മൾ ഓരോ ക്ലാസ്സില് ഓരോ ഗോസ്വാമിമാരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആരൊക്കെയാണ് 6 ഗോസ്വാമിമാര്? രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ഇവർ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി രണ്ടുപേരും സഹോദരങ്ങളാണ്. പിന്നെ ഗോപാല ഭട്ട ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, ജീവ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി. അതിൽ രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും നവാബ് ഹുസൈൻ ഷായുടെ അവരുടെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രൂപ ഗോസ്വാമി. സനാതന ഗോസ്വാമി ഫിനാൻസ് മിനിസ്റ്റർ. ആ ലെവലിലുള്ള 2 മിനിസ്റ്റേഴ്സ് ആണ് രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമി. രണ്ടുപേരും ഭയങ്കര വലിയ പണ്ഡിതരായിരുന്നു. ഭയങ്കര ബുദ്ധി, ഒരുപാട് നൈപുണ്യം നിറഞ്ഞവരായിരുന്നു രണ്ടുപേരും. പിന്നെ ഗോപാല ഭട്ട ഗോസ്വാമി. ഗോപാല ഭട്ട ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ശ്രീരംഗനാഥ് ക്ഷേത്രത്തിലെ അവിടുത്തെ പൂജാരിയായ വെങ്കട് ഭട്ട് ഗോസ്വാമിയുടെ മകനാണ്. അപ്പൊ ശ്രീ സമ്പ്രദായമായിരുന്നു. വെങ്കട് ഭട്ട് ഗോസ്വാമി രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയായ വെങ്കട് ഭട്ട് ഗോസ്വാമിയുടെ മകനാണ് ഗോപാല ഭട്ട ഗോസ്വാമി. ഇനി രഘുനാഥ ദാസ് ഗോസ്വാമി. രഘുനാഥ ദാസ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോടീശ്വരന്റെ മകനായിരുന്നു. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ അത്രയും ഐശ്വര്യം നിറഞ്ഞ ഒരു ഫാമിലിയിൽ നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ് രഘുനാഥ ദാസ് ഗോസ്വാമി വരുന്നത്. പിന്നെ ജീവ ഗോസ്വാമി. ജീവ ഗോസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ഒരു സഹോദരനും കൂടെയുണ്ട്. അതാണ് അനുപം ഗോസ്വാമി. അനുപം ഗോസ്വാമി ഇല്ല, അനുപം. അദ്ദേഹത്തിന്റെ മകനാണ് ജീവ ഗോസ്വാമി. അപ്പൊ ജീവ ഗോസ്വാമി ഒരു തത്വ ആചാര്യ എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളാണ് രചിച്ചിട്ടുള്ളത്. ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എങ്ങനെ എഴുതി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അങ്ങോട്ട് പറയുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹം രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമിയുടെ സഹോദരന്റെ മകനാണ് ജീവ ഗോസ്വാമി. തത്വ ആചാര്യയാണ്. സത്യത്തെ തിരിച്ചു കൊണ്ടുവന്ന ആ ഒരു വലിയ ആചാര്യനാണ് ജീവ ഗോസ്വാമി. പിന്നെ രഘുനാഥ് ഭട്ട ഗോസ്വാമി, 6ാമത്തെ ഗോസ്വാമി. രഘുനാഥ ഭട്ട ഗോസ്വാമി എന്ന് പറയുന്നത് ജയ്പൂരിലെ ഒരു രാജാവിന്റെ, ജയ്പൂർ രാജാവ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഏറ്റവും ശക്തനായ രാജാക്കന്മാരായിരുന്നു ജയ്പൂരിലെ രാജാവ്. ആ രാജാവിന്റെ ഗുരു ആയിരുന്നു രഘുനാഥ ഭട്ട ഗോസ്വാമി. അപ്പൊ ഈ രാജാവെല്ലാം ഈ രഘുനാഥ ഭട്ട ഗോസ്വാമി അദ്ദേഹം ഗുരുവായിരുന്നപ്പോൾ അദ്ദേഹത്തെ ശരണം പ്രാപിച്ചതാണ്. അപ്പൊ ഈ 6 ഗോസ്വാമിമാര് പല ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ് ഗോസ്വാമി ആയത്. ഗോസ്വാമിയുടെ അർത്ഥം എന്താണ്? ഗോസ്വാമി, ഗോ എന്ന് പറഞ്ഞാൽ
ഗോ എന്ന് പറഞ്ഞാൽ ഗോ. ഇത് നമ്മൾ ഉപദേശാമൃതത്തിൽ പഠിക്കുന്നുണ്ട്. ഗോ സ്വാമി. ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയം. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. ഗോയ്ക്ക് രണ്ടർത്ഥമുണ്ട്. ഇവിടെ ഗോസ്വാമിയിലെ ഗോ എന്ന് പറയുന്ന ഇന്ദ്രിയമാണ്. ഗോക്കളെയും പശുക്കളെയും ഗോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. സ്വാമി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയ സ്വാമിമാർ. ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവരാണ് ഈ ഗോസ്വാമിമാർ. അപ്പോ പല സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടാണ് അവരെ ഗോസ്വാമിമാരായി മാറിയത്. അപ്പോ ഈ ഗോസ്വാമിമാര് അവരുടെ മനസ്സിനെയും ഇന്ദ്രിയത്തെയും ഇന്ദ്രിയത്തിന്റെയും കൺട്രോളിലാക്കിയവരാണ്. പിന്നെ അവർക്ക് കൂടാതെ അവർക്ക് തന്റെ യജമാനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗോസ്വാമിമാരുടെ ഗുരുവാണ് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സെന്താന്ന് ഇവർക്കറിയാം. കൂടാതെ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനും സാധിക്കും. അതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആ ശ്ലോകത്തില് അഷ്ടകത്തിൽ പറഞ്ഞു. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. ആരടുത്തും ഒരു അസൂയയില്ല. എല്ലാവരോടും വളരെ ലളിതമായി ട്ടുള്ള സ്വഭാവമായിരുന്നു. അപ്പൊ ഇവര് സ്വന്തമായിട്ട് അവരുടെ മനസ്സിനെ ഇന്ദ്രിയം കീഴടക്കിയവരാണ്. തന്റെ ഗുരുവിന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നവരാണ്. കൂടാതെ മറ്റുള്ളവർക്ക് എല്ലാരും മനസ്സ് കീഴടക്കും. മറ്റുള്ളവർ എല്ലാരും ഗോസ്വാമിമാരെ കണ്ടാൽ ഗോസ്വാമിമാരുമായിട്ട് ഇടപഴകുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടവരായി മാറും ഗോസ്വാമിമാർ. അപ്പൊ നമ്മുടെ രൂപഗോസ്വാമിയുടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ. നമ്മൾ പറയുന്ന ആ ശ്ലോകമാണ്. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാഗതാമഹ്യം ദദാതി സ്വപദാന്തികം. അപ്പൊ മനോഭീഷ്ടം ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സറിഞ്ഞ വ്യക്തിയാണ്. ഈ 6 ഗോസ്വാമിമാരിലും ഏറ്റവും പ്രധാനിയാണ് രൂപഗോസ്വാമി. നമ്മളെ എല്ലാരും എന്താ വിളിക്കുക? നമ്മളെല്ലാരും രൂപാനുഗാസ് എന്നാണ് പറയുന്നത്. രൂപഗോസ്വാമിയുടെ പാത പിന്തുടരുന്നവരാണ് ഗൗഡിയ വൈഷ്ണവ ഫോളോ ചെയ്യുന്നവർ. അപ്പൊ രൂപഗോസ്വാമി ആണ് ഇതിൽ ഏറ്റവും പ്രധാനി. അദ്ദേഹത്തിന്റെ മനസ്സ് അറിയുന്ന വ്യക്തിയാണ് രൂപഗോസ്വാമി. അങ്ങനെ ആ രൂപഗോസ്വാമിയാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്ത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും അത് സ്ഥാപിക്കുകയും ചെയ്തത്. അത് നമ്മൾ രൂപഗോസ്വാമിയുടെ ലീല പറയുമ്പോൾ നമുക്ക് കൂടുതൽ കാണാം. ഈ 6 ഗോസ്വാമിമാര് ആരാന്ന് മനസ്സിലായി. ഈ 6 ഗോസ്വാമികളിൽ ഏറ്റവും മൂത്തത് സനാതന ഗോസ്വാമിയാണ്. പ്രായം കൊണ്ട് മൂത്തത് സനാതന ഗോസ്വാമിയാണ്. എന്നാൽ ഈ 6 ഗോസ്വാമിമാരിലും ലീഡർ എന്ന് പറയുന്നത് രൂപഗോസ്വാമിയാണ്. അപ്പൊ രൂപഗോസ്വാമി കാരണം ഏറ്റവും കൂടുതൽ ചൈതന്യ മഹാപ്രഭുവിന്റെ മനസ്സറിയുന്ന വ്യക്തി രൂപഗോസ്വാമിയാണ്. കൂടാതെ ആദ്യം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടുന്നതും രൂപഗോസ്വാമിയാണ്. പിന്നീടാണ് സനാതന ഗോസ്വാമിക്ക് കാണാൻ സാധിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിന്. പ്രായം കൊണ്ട് സനാതന ഗോസ്വാമി ആണെങ്കിലും രൂപഗോസ്വാമിയാണ് പ്രമുഖമായിട്ടുള്ള 6 ഗോസ്വാമിമാരുടെയും ലീഡർ. അപ്പോ എങ്ങനെയാണ് ഈ ഗൗഡിയ വൈഷ്ണവത്തെ കുറിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയെന്നും ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏത് തലത്തിലുള്ള ആൾക്കാരാണെങ്കിലും അവരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്നും എങ്ങനെ നമുക്ക് ഭക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും അങ്ങനെ ഭക്തി പ്രാവർത്തികമാക്കി ഭക്തി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പ്രേമ ലെവലിൽ എങ്ങനെ എത്താം, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നത് ഈ ഗോസ്വാമിമാരാണ്. ഇപ്പൊ തന്നെ നമ്മള് ഭക്തി രസാമൃത സിന്ധു ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി 64 തരം ഭക്തിയുത സേവനങ്ങൾ, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എല്ലാം തന്നത് അത് ഗോസ്വാമിമാരാണ്. അതിൽ രൂപഗോസ്വാമിയാണ് പ്രധാനിയായിട്ടുള്ള ഗോസ്വാമി. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഗോസ്വാമിമാര് ഇതുപോലെ നമ്മളെപ്പോലെ അധമരായിട്ടുള്ളവർക്ക് പോലും എളുപ്പത്തിൽ എങ്ങനെ ഭക്തി, ആ പ്രേമ ഭക്തി എന്ന ഉയർന്ന ലെവലിലേക്ക് എത്താം എന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതും പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ തന്നെ അവർ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നു. അപ്പൊ ഈ പരമ്പര ആ ഒരു പരമ്പരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ പരമ്പരയുമായിട്ട് നമ്മൾ കണക്ട് ആയത് കൊണ്ട്
ഈ പരമ്പരയിൽ നമ്മൾ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ പരമ്പരയിൽ കൂടി തന്നെ നമുക്ക് ആ ശക്തി ലഭിക്കും. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശക്തി ഈ പരമ്പര തന്നെ നമുക്ക് തരും. അപ്പൊ നമുക്ക് കൃഷ്ണാബോധം പ്രചരിപ്പിക്കണം. നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലും അത് പകർന്നു കൊടുക്കണമെങ്കിൽ ഈ പരമ്പരയുടെ ആ ശക്തി നമുക്ക് പകർന്നു തരും. നമുക്ക് അത്രയും വിശ്വാസം ഈ പരമ്പരയിൽ ഉണ്ടായാൽ മതി. അപ്പൊ ഗോസ്വാമിമാര് അത്രയും ശക്തരാണ്. മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുന്നവരാണ്. നമുക്ക് അവരുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്നതാണ് ഗോസ്വാമിമാർ. അപ്പൊ ആ രസം, ഭഗവാനിലുള്ള രസഭക്തി, ഇതെല്ലാം തന്നത് ഗോസ്വാമിമാരാണ്. അപ്പം ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാണ് പരമദിവ്യോത്തമ പുരുഷനായത് എന്നെല്ലാം നമുക്ക് ഗോസ്വാമിമാര് പറഞ്ഞു തരുന്നു. അപ്പൊ ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ? അതിനെ പറയുന്നത് കൃഷ്ണൻ നന്ദ മഹാരാജാവിന്റെ. കാരണം കൃഷ്ണൻ എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് കൃഷ്ണനുണ്ട് അല്ലെ. ദ്വാരക കൃഷ്ണനുണ്ട്, മധുരയിലുള്ള കൃഷ്ണനുണ്ട്, കൂടെ വൃന്ദാവനത്തിലുള്ള കൃഷ്ണനുണ്ട്. അങ്ങനെ പല സ്ഥലത്തും അർജുനന്റെ കൂടെ, പാണ്ഡവരുടെ കൂടെ കൃഷ്ണൻ നിൽക്കുന്നു. അങ്ങനെ പല കൃഷ്ണൻ നമുക്ക് മനസ്സിൽ വരും. അപ്പൊ ഈ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനാന്ന് പറയുമ്പോ ഈ ദ്വാരക കൃഷ്ണനാണോ, മധുര കൃഷ്ണനാണോ, വൃന്ദാവൻ കൃഷ്ണനാണോ, ഏത് കൃഷ്ണനാണ് ഏറ്റവും ഉയർന്നത്? ഏത് കൃഷ്ണനാണ് ഏറ്റവും ഉയർന്നത്? ഹരേ കൃഷ്ണ. വൃന്ദാവനത്തിലെ കൃഷ്ണൻ. അതെ, വൃന്ദാവനത്തിലുള്ള നന്ദ മഹാരാജാവിന്റെ മകനും പശുക്കളെ മേച്ച് നടക്കുകയും വൃന്ദാവനത്തിൽ താമസിക്കുന്നതും ആ പശുക്കിടാങ്ങളുമായിട്ട് കളിച്ചു നടക്കുന്ന, ഓടക്കുഴലേന്തി നിൽക്കുന്ന ആ കൃഷ്ണൻ, അതാണ് പരമദിവ്യോത്തമ പുരുഷൻ. നമ്മൾ കൃഷ്ണ എന്ന് പറയുമ്പോ തന്നെ പല കൃഷ്ണൻ വരുമെങ്കിലും ഇതാണ് ടോപ്പ് മോസ്റ്റ്. അത് നമ്മൾ ഭക്തിരസാമൃത സിന്ധുവിലും കാണുന്നുണ്ട്. എങ്ങനെയാ അത് കമ്പാരിസൺ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ കൃഷ്ണനെ എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും? നമുക്ക് ആ കൃഷ്ണനെ രുചിക്കാനായിട്ട്, ആ രുചി കിട്ടാനായിട്ട് നമ്മൾ രസിക ഭക്തരാവണം. രസിക ഭക്തർ, ആ രസം നമുക്ക് കിട്ടണം. ആ രസം ആസ്വദിക്കുന്ന എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഈ ഗോസ്വാമിമാർ. അപ്പൊ ആരാണ് ഈ രസിക ഭക്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴെക്കിടയിലുള്ള രസത്തെ ഉപേക്ഷിച്ച് നമ്മൾ ഈ ഉയർന്ന തലത്തിലുള്ള രുചി ആസ്വദിക്കുന്നവരാണ് രസിക ഭക്തർ. അപ്പൊ എങ്ങനെ നമുക്ക് രസിക ഭക്തരാകാം? അതാണ് നമുക്ക് രൂപഗോസ്വാമി പറഞ്ഞു തന്നു. 64 ഇനങ്ങൾ, ഭക്തിയുത സേവനത്തിൽ 64 ഇനങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ അതെല്ലാം വൈദ്യ സാധനം, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇതൊരു ഒരു പ്രോസസ്സാണ്. ഇത് ഒരു സയന്റിഫിക് ആയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ നമ്മളുടെ വികാരം, ഒരു സെന്റിമെന്റ് അല്ല. ഈ ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെ വേണം നമുക്ക് ആ ഏറ്റവും ഉയർന്ന ലെവലിൽ എത്താൻ. അപ്പൊ എങ്ങനെ നമുക്ക് ആ രസം ആസ്വദിക്കാൻ കഴിയും, ആ പ്രേമത്തിൽ എത്താൻ സാധിക്കും? അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എല്ലാ ദിവസവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഭക്തിയുത സേവനം എന്ത് ചെയ്യണം, ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു ഗോസ്വാമിമാർ. അപ്പോ ആ രസത്തെ തുറക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പറഞ്ഞു തന്നതാണ് ഈ ഗോസ്വാമിമാരെല്ലാം. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഈ 6 ഗോസ്വാമിമാർക്കും കൂടി 5 നിർദ്ദേശങ്ങളാണ് കൊടുത്തത്. എന്തിനാണ്? ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനത്തെ, സങ്കീർത്തന മൂവ്മെന്റ്, അതിനെ ഘടനയാക്കാനായിട്ട്, ആ ഭക്തിയെ പ്രചരിപ്പിക്കാനായിട്ട് ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ഘടനയാക്കാനായിട്ട് 5 നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പൊ ഈ നിർദ്ദേശങ്ങൾ നമ്മളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മളെല്ലാം രൂപാനുഗാസാണ്, രൂപഗോസ്വാമിയുടെ പാത പിന്തുടരുന്നതാണ്. അപ്പൊ രൂപഗോസ്വാമി നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം രൂപാനുഗാസ് പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപഗോസ്വാമി എന്തൊക്കെ ചെയ്തോ അതെല്ലാം നമ്മൾ ചെയ്യുക എന്നാണോ? ഇമിറ്റേറ്റ് ചെയ്യുക എന്നാണോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അനുകരിക്കുകയാണോ?
കാലത്തിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. ആ, അഡാപ്റ്റബിലിറ്റി അല്ലേ? അങ്ങനെയല്ല. അനുകരണമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു അത് അതുപോലെ നമ്മൾ ചെയ്യുക. അദ്ദേഹം എന്ന് പറഞ്ഞാല് ഓരോ ദിവസം ഓരോ മരത്തിന്റെ കീഴിലാണ് താമസിച്ചിരുന്നത്. നമ്മളും അതുപോലെ വീടെല്ലാം ഉപേക്ഷിച്ച് ഓരോ മരത്തിന്റെ ചോട്ടിൽ പോയി താമസിക്കാൻ നമുക്ക് പറ്റുമോ? പ്രായോഗികമായിട്ട് എങ്ങനെ നടപ്പിലാക്കാന്ന് വെച്ചാൽ ആ തരത്തിൽ ചെയ്യണമെന്നല്ലേ അതായത് അവർ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ ഹരി ചിട്ടകൾക്കനുസരിച്ച് അതാണ് മുന്നോട്ട് പോകുക. ഹരികൃഷ്ണ. ഹരി ബോല. അതാണ് മാതാജി. അതായത് നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. നമ്മളടുത്ത് ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അല്ലാതെ അവര് ചെയ്ത കാര്യങ്ങൾ നമുക്ക് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിർദ്ദേശങ്ങൾ പാലിക്കുക, ഇൻസ്ട്രക്ഷൻസ് തരുന്ന. അതാണ് രൂപഗോസ്വാമി നമുക്ക് ഭക്തിരസാമൃത സിന്ധുവിലും ഉപദേശാമൃതത്തിലും ഒക്കെ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ. ആചാര്യന്മാരുടെ പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ നമുക്ക് എന്തൊക്കെ നിർദ്ദേശം തന്നോ അത് പാലിക്കുക. അല്ലാതെ ആചാര്യന്മാര് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ നമ്മൾ വീണു പോകും. നമുക്ക് അത് താങ്ങാൻ പറ്റില്ല. അവരൊക്കെ ഉയർന്ന ലെവലിലാണ്. അപ്പൊ ആചാര്യന്മാരെ എല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് നമ്മളെ കുടുംബവും വീടും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്നത് അത് വളരെ പാപമാണ്. നമ്മൾ ഭഗവത്ഗീതയില് കർമ്മ യോഗയില് പറയുന്നുണ്ടല്ലോ, നമ്മൾ നിർദ്ദിഷ്ട കർമ്മങ്ങൾ ചെയ്യണം. അത് ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രം, നമ്മൾ അത്ര ശുദ്ധീകരിക്കപ്പെടുന്നവരാണ്, അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ളവരാണ് സന്യാസം സ്വീകരിച്ച് എല്ലാം ആ ലെവലിലേക്ക് പോകുന്നത്. അപ്പൊ അതാണ് അതായത് പാത പിന്തുടരുക എന്ന് പറഞ്ഞാൽ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. അപ്പൊ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ അതൊന്ന് എഴുതിയെടുത്തോളൂ. ചൈതന്യ മഹാപ്രഭു കൊടുത്ത 5 നിർദ്ദേശങ്ങൾ. അതിലൊരു ശ്ലോകം വരുന്നുണ്ട്. ഭക്തി കൃഷ്ണ പ്രേമ തത്വവേര നിർധാര വൈഷ്ണവേര കൃത്യാര വൈഷ്ണവ ആചാര്യ കൃഷ്ണ ഭക്തി കൃഷ്ണ പ്രേമ സേവാ പ്രവർത്തന ലുപ്ത തീർത്ഥ ഉദാരാര വൈരാഗ്യ ശിക്ഷണ. അപ്പൊ ഇതിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 5 കാര്യങ്ങൾ എഴുതിയെടുത്താൽ മതി. ഭക്തി കൃഷ്ണപ്രേമ തത്വം എന്ന് പറഞ്ഞാൽ സത്യം. അപ്പൊ ആദ്യത്തത് തത്വ, രണ്ടാമത്തത് ആചാരം, രണ്ടാമത്തത് ആചാരം, മൂന്നാമത്തത് സേവ, നാലാമത്തത് തീർത്ഥം. അപ്പൊ തത്വ, ആചാരം, സേവ, തീർത്ഥ, അഞ്ചാമത്തത് വൈരാഗ്യ. തത്വ, ആചാര, സേവ, തീർത്ഥ, വൈരാഗ്യ. ഈ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. തത്വം എന്ന് പറഞ്ഞാൽ സത്യത്തെ പുനഃസ്ഥാപിക്കണം. സത്യത്തെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എഴുതണം. സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇതെല്ലാം എഴുതാനാണ് നിങ്ങൾ ഇതെല്ലാം എഴുതണം എന്നാണ് ആരാണ് നമ്മുടെ ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചത്. എന്തൊക്കെയാണ് എഴുതേണ്ട? സത്യം, ആരാണ് ഭക്തൻ, എന്താണ് ഭക്തിയുത സേവനം, എങ്ങനെ ഭക്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, ആ ഭക്തി തത്വത്തെ എല്ലാരും എഴുതുക. അതാണ് രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ് ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, എല്ലാ ഗോസ്വാമിമാരിലും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എല്ലാരും എഴുതണം. അപ്പൊ അത് എഴുതുന്ന എന്തിനാണ്? നമുക്ക് വേണ്ടിയാണ്. അവർക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. നമ്മളെപ്പോലെ അധമരായിട്ട് ചൈതന്യ മഹാപ്രഭുവിന് അറിയാം. അന്ന് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തതാണ്. ഇതുപോലെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ കാണും. അപ്പൊ അവർക്ക് വേണ്ടി ഇതെല്ലാം എഴുതുകയാണ്. അപ്പൊ ആദ്യത്തത് സത്യത്തെ സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ ബുക്ക് ആയിട്ട് എഴുതുക. ബുക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബുക്കില്ല, ഓലയിലാണ്, പനയോലയിലാണ് എഴുതുന്നത്. രണ്ടാമത്തത് ആചാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഭക്തന്റെ സ്വഭാവം, എങ്ങനെയാണ് ഭക്തൻ, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഭക്തന്റെ സ്വഭാവ ഘടന, ഇതെല്ലാമാണ് ആചാരത്തില് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാനായിട്ട് നമുക്ക് ആ രസം ആസ്വദിക്കണമെങ്കിൽ
നമുക്ക് ആ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. ഇപ്പോ നമുക്ക് ഈ നല്ല സ്വഭാവവും നല്ല പ്രവൃത്തിയും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ആധ്യാത്മികമായിട്ടുള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ളിൽ ആ രസം ഉണ്ടാവില്ല. നമ്മൾ ഭൗതിക തലത്തിൽ തന്നെ നിൽക്കും. നമ്മളിപ്പോ ഒരു ഭക്തന്റേതായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ വളർത്തണം. അതെങ്ങനെ വളർത്താം, ഇതെല്ലാം രചിക്കുകയാണ്. മൂന്നാമത്തത് സേവ. സേവ എന്ന് പറഞ്ഞാൽ, അതായത് ഭഗവാനെ ആരാധിക്കുന്ന സേവനം എങ്ങനെ ചെയ്യാം, നിസ്വാർത്ഥമായിട്ട് നമ്മൾ തന്നെ അർപ്പിച്ച് ഭഗവാനിൽ എങ്ങനെ കണക്ട് ചെയ്യാം, ഭഗവാന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം സേവയിൽ പറയും. അപ്പൊ സേവ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്ത് എവിടെയാണ് ആൾക്കാർ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഭഗവാന് സേവനം ചെയ്യുന്നത്, അപ്പൊ ഒരു വിഗ്രഹ ആരാധന എങ്ങനെ ചെയ്യാം, ഇതെല്ലാം നിർദ്ദേശിക്കുന്നതാണ് സേവ. നാലാമത്തത് തീർത്ഥ ഉദാര എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ തീർത്ഥ സ്ഥലങ്ങളും തിരിച്ചു കൊണ്ടുവരിക. കാരണം 500 വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് മുഗൾസ് ഒക്കെ ഭരിച്ച് ഭഗവാൻ ലീലകളാടിയ സ്ഥലങ്ങളൊന്നുമില്ല, എല്ലാം നശിച്ചു. ക്ഷേത്രങ്ങളൊക്കെ അവര് പൊളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ വൃന്ദാവനത്തില് നമ്മുടെ രാധാകുണ്ട്, ശ്യാമകുണ്ട്, ഈ സ്ഥലങ്ങളെല്ലാം പുല്ലൊക്കെ കയറി, ആർക്കും അറിയില്ല എവിടെയാണ് ഭഗവാൻ ലീലകൾ നടന്നതെന്ന്. അപ്പൊ അതെല്ലാം തിരിച്ചു കണ്ടുപിടിച്ച് അതെല്ലാം തിരിച്ചെടുക്കുക, ആ സ്ഥലങ്ങളെല്ലാം. അതാണ് തീർത്ഥ. അപ്പൊ ധാമുകളില് ആൾക്കാർക്ക് വരാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇപ്പൊ ഈ തീർത്ഥ സ്ഥാനങ്ങളൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് വൃന്ദാവനത്തിലും ഓരോ ധാമിലും മായാപൂർ ധാം എല്ലാം പോകാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഇതുപോലെ ഗോസ്വാമിമാരും കൂടാതെ പിന്നെ വരുന്ന പരമ്പരയിലുള്ളവരെല്ലാം കണ്ടുപിടിച്ചത് കൊണ്ടാണ്. ആ ധാമില് പോകുമ്പോ നമുക്ക് പെട്ടെന്ന് ആധ്യാത്മികമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ള് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നമുക്ക് ഭക്തിയില് പെട്ടെന്ന് ഉയരാൻ സാധിക്കും. അഞ്ചാമത്തത് വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് എല്ലാത്തിലും ത്യജിക്കുക, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ത്യജിക്കുക എന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരു തരിയെങ്കിലും ഒരു വസ്തുവിനോട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് ആ വസ്തു ആസ്വദിക്കാനായിട്ട് തിരിച്ച് ജനിക്കേണ്ടി വരും. ഒരിക്കലും നമ്മള് എത്ര ഭക്തരാണ്, എനിക്ക് ഭൗതികമായിട്ടൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒരു തരിയെങ്കിലും ഭൗതിക വസ്തുവിനോട് ആകർഷണം ഉണ്ടെങ്കിൽ നമുക്ക് ആ രസം ലഭിക്കുകയില്ല. നമ്മൾ വീണ്ടും പുനർജനനം ഉണ്ടാകും. ആ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് വൈരാഗ്യം എങ്ങനെയാണ്, നമ്മളുടെ ശീലങ്ങൾ, നമുക്ക് ഓരോ ഭൗതിക വസ്തുക്കളും നമ്മൾക്ക് അതിലൊന്നും താല്പര്യമില്ലാതെ ഉള്ള അങ്ങനെയുള്ളവരായി തീരണം. അത് പഠിക്കുന്നതാണ്. അത് പഠിപ്പിച്ചു തരുന്നതും ഗോസ്വാമിമാരാണ്. എങ്ങനെ അത് നമ്മൾ കുറെ ഈ ഉപദേശാമൃതത്തിലും ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത്യാഹാര, പ്രയാസ, പ്രജൽപ, നിയമാഗ്രഹ, ജനസംഘ, ലൗല്യം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ, ഭക്തിയെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഭക്തിക്ക് അനുകൂലമായിട്ടുള്ളത് എങ്ങനെ സ്വീകരിക്കണം, ഇതെല്ലാം വൈരാഗ്യം ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് വരും നാമജപം കൃത്യമാണെന്നുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ മഹാമന്ത്രം കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധയോടെ ജപിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്ക് തന്നെ മാറ്റം. ഇപ്പൊ തന്നെ ഒരുപാട് നാളായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന മാതാജിമാരുണ്ട്, അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്, എത്ര സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തതാണ്, അനുഭവിച്ചറിയുന്നതാണ് നമ്മൾ ഈ നാമജപത്തിന്റെ ഗുണം എന്താണെന്നും. അതുപോലെ നമുക്ക് ഓരോ പണ്ടൊക്കെ നമുക്ക് ഭൗതികമായിട്ട് ഒരുപാട് സാധനങ്ങളിൽ ആകർഷണം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ആകർഷണമൊക്കെ കുറഞ്ഞു. പണ്ട് ആ പഴയ നമ്മളെയും ഇപ്പോഴത്തെ നമ്മളെയും ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഇതെല്ലാം ഈ ആചാര്യന്മാരുടെ കാരുണ്യമാണ് നമുക്ക് ആ നാമം ലഭിച്ചതും അതുപോലെ എങ്ങനെ നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകണമെന്നും എല്ലാം പറഞ്ഞു തന്നത് ഈ ആചാര്യന്മാരാണ്. അപ്പൊ ഈ തത്വം സ്ഥാപിച്ചു. കൂടാതെ തത്വം, അപ്പൊ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് തത്വം, പിന്നീട്
സേവ, ആചാരം, സേവ, തീർത്ഥസ്ഥലങ്ങളെ ഉദ്ധരിക്കാനായിട്ട്, പിന്നെ വൈരാഗ്യം. ഈ 5 നിർദ്ദേശങ്ങളാണ് ചൈതന്യ മഹാപ്രഭു ഗോസ്വാമിമാർക്ക് കൊടുത്തത്. അങ്ങനെ ഗോസ്വാമിമാർ ഈ ഓരോന്നും അവര് ചെയ്തത് ഒരുപാട്, അതായത് ഇപ്പം തത്വം എന്ന് പറഞ്ഞാൽ സത്യത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് തത്വം ഇപ്പം ആ ഫിലോസഫി, ഭക്തി ഫിലോസഫി അതെല്ലാം ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത്. അതിൽ ജീവഗോസ്വാമിയാണ് ഇതിൽ മെയിൻ ലീഡർ. ജീവഗോസ്വാമി രചിച്ചെന്ന് പറഞ്ഞാല് അത്ഭുതകരമാണ്. അദ്ദേഹം ആചാര്യ എന്നാണ് പറയുന്നത്. രൂപഗോസ്വാമിയുടെ ബുക്കുകൾ നോക്കും. രൂപഗോസ്വാമിയുടെ ശിഷ്യനാണ് ജീവഗോസ്വാമി. കൂടാതെ സഹോദരന്റെ മകനാണെങ്കിലും ശിഷ്യത്വം വെച്ച് രൂപഗോസ്വാമിയുടെ ശിഷ്യനാണ്. അപ്പൊ ഈ ജീവഗോസ്വാമി എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക്, ഒരു സൈഡില് രൂപഗോസ്വാമിയുടെ കമന്ററി ഉള്ള ബുക്ക് കാണും. ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓലയാണ്. വേറൊരു സൈഡില് ഒറിജിനൽ ശ്രീമദ് ഭാഗവതം കയ്യിൽ കാണും. എന്നിട്ട് നടുക്ക് ഒരു പനയോല കാണും. അപ്പൊ ഈ 3 സാധനങ്ങളാണ് ഉള്ളത്. ഒരു സൈഡില് രൂപഗോസ്വാമിയുടെ എഴുതിയേക്കുന്നത്, മറ്റു സൈഡില് ശ്രീമദ് ഭാഗവതം, പിന്നെ നടുക്ക് അദ്ദേഹത്തിന് എഴുതാനുള്ള ഓല. എന്നിട്ട് എന്ത് ചെയ്യും? ഒരേ സമയത്ത് ശ്രീമദ് ഭാഗവതം വായിക്കും, രൂപഗോസ്വാമിയുടെ കമന്ററി വായിക്കും, എന്നിട്ട് അദ്ദേഹം എഴുതുകയും ചെയ്യും. ഭയങ്കര ഇന്റലിജന്റ് ആണ്, അത്രയും ഷാർപ്പാണ്, ഫാസ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഭയങ്കര സ്പീഡിൽ അദ്ദേഹം എഴുതും. അപ്പൊ എഴുതുമ്പോ ഓലയുടെ 2 സൈഡുണ്ട്, ഫ്രണ്ടിലും എഴുതണം ബാക്കിലും എഴുതണം. അപ്പൊ ഇദ്ദേഹം സ്പീഡിൽ എഴുതി കഴിയുമ്പോ ഈ ഓലയുടെ ബാക്ക് സൈഡിൽ എഴുതണമെങ്കിൽ ഉണങ്ങിയാലേ ബാക്കിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇദ്ദേഹത്തിന് സമയം കളയാനില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ആദ്യത്തെ പേജ് എഴുതും, പിന്നെ 3-ാമത്തെ പേജ് എഴുതും. 3-ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ഓല എടുത്ത് ആ ഓലയിൽ 3-ാമത്തെ പേജ് എഴുതും. എന്നിട്ടാണ് അപ്പോഴത്തേക്കും ആദ്യത്തെ ഓല ഉണങ്ങും, ഒരു സൈഡിൽ എഴുതി ഉണങ്ങുമ്പോ അത് തിരിച്ചു വെച്ചിട്ട് 2-ാമത്തെ പേജ് എഴുതും. അങ്ങനെ 1,00,000-ഓളം ശ്ലോകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അതിൽ സന്ദർഭ എന്ന ബുക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബുക്ക്. അപ്പോ അത്രയും എന്താണ് ശബ്ദ പ്രമാണത്തിന്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ പല പ്രമാണങ്ങൾ പഠിച്ചു. പ്രത്യക്ഷ, അനുമാന, ശബ്ദ. അതിൽ ശബ്ദ പ്രമാണത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇതെല്ലാം നമ്മൾ പഠിച്ചത്, ഇതെല്ലാം ഈ ഗോസ്വാമിമാര് നമുക്ക് തന്നതാണ്. അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട്. ഇപ്പം 4 വേദങ്ങളുണ്ട്. ആ 4 വേദങ്ങളില് പല ശിഷ്യന്മാർക്കാണ് വേദവ്യാസം കൊടുത്തത്. അപ്പോ അതിൽ തന്നെ 1120 ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ 20 മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ 20 വേദങ്ങളില് ഉള്ള പല പല ശാഖകളിൽ 20 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 20 എണ്ണത്തിൽ നിന്ന് അതിന്റെ സത്ത എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അത് മനസ്സിലാക്കാനും സാധാരണ ജനങ്ങൾക്ക് പ്രയാസമാണ്. അപ്പൊ ആൾക്കാർക്കൊന്നും ആ സത്യം കിട്ടുന്നില്ല. അപ്പൊ ജീവഗോസ്വാമി പുരാണങ്ങളെ സ്ഥാപിച്ചു, പുരാണങ്ങളെ എഴുതി തന്നു. വേദവ്യാസൻ എഴുതിയതിൽ നിന്ന് ഒരുപാട് നഷ്ടമായി. അങ്ങനെ പുരാണം കിട്ടി. അങ്ങനെ പുരാണത്തില് അഞ്ചാമത്തെ വേദമാണ് പുരാണം. മൊത്തം 18 പുരാണങ്ങളുണ്ട്. ആ 18 പുരാണം എന്ന് പറഞ്ഞാൽ എന്താണ്, 6 പുരാണങ്ങൾ സത്വഗുണത്തില്, 6 പുരാണങ്ങൾ രജോ ഗുണം, 6 പുരാണം സമോ ഗുണം. അതില് സാത്വിക് പുരാണം അതാണ് ഏറ്റവും ഉയർന്നത്. ആ സത്വഗുണത്തിലുള്ള പുരാണങ്ങളില് തെറ്റുകളൊന്നുമില്ലാത്ത അമൃതായിട്ടുള്ള പുരാണം നമുക്ക് തന്നു. അതാണ് നമ്മൾ വായിക്കേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ വായിക്കേണ്ട ആ പുരാണം ഏതാണത്? ശ്രീമദ് ഭാഗവതം. ഹരിബോൾ. ശ്രീമദ് ഭാഗവതമാണ് ആ പുരാണം. ആ പുരാണമാണ്. പിന്നെ അപ്പൊ ഇതെല്ലാം നാനാ ശാസ്ത്ര വിചാരം, എല്ലാ ശാസ്ത്രങ്ങളും അത്രയും പഠിച്ച് നമ്മളെപ്പോലുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഈ ബുദ്ധി കുറഞ്ഞ, ആയുസ് കുറഞ്ഞ ഈ ജീവിത ശൈലിയൊക്കെ ഉള്ള നമുക്ക് എങ്ങനെ ഇതെത്തിക്കാം. അതുകൊണ്ട് ഇതെല്ലാത്തിന്റെ എസെൻസ് ആയിട്ട് നമുക്ക് തന്നു ശ്രീമദ് ഭാഗവതം. അപ്പൊ ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒക്കെ കമന്ററി തരുന്നുണ്ട്. അതെല്ലാം ഈ ഗോസ്വാമിമാരെ എഴുതിയിട്ടുള്ള കമന്ററികളുണ്ട്. അപ്പൊ അതെല്ലാമാണ് നമുക്ക് ശ്രീല പ്രഭുപാദർ ഈ പരമ്പരയിലുള്ള കാര്യങ്ങളാണ്. ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. എല്ലാം
ഈ പരമ്പരയിൽ കൂടെ കിട്ടിയ ആ ജ്ഞാനം അതേപോലെ നമുക്ക് തരികയാണ്. നമുക്ക് മനസ്സിലാകാനായിട്ട് ചില എക്സാമ്പിൾസ് അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തു എന്നല്ലാതെ ആ തത്വത്തിൽ ഒരു വ്യത്യാസവും വരുത്താതാണ് ഇദ്ദേഹം നമുക്ക് ഈ ജ്ഞാനം തന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ അതാണ് നമ്മുടെ ഗോസ്വാമിമാരുടെ ഓരോ സംഭാവനകൾ. ഓരോ ഗോസ്വാമിയും അവരുടെ ഓരോ ലീലകൾ എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് കാണാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് രൂപ സനാതനൻ ഗോസ്വാമിമാരെ കുറിച്ച് കാണാം. അപ്പൊ ആദ്യം ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമുക്ക് രൂപക സനാതന ഗോസ്വാമിമാർ. അപ്പൊ ആധ്യാത്മിക ലോകത്തില് രണ്ടുപേരും മഞ്ചരിമാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എല്ലാം സൗത്ത് ഇന്ത്യയിൽ ബ്രാഹ്മണരാണ്. അവര് ഭരദ്വാജ ഗോത്രയിൽ ജനിച്ചവരാണ് ഈ രണ്ടുപേരും. ഭരദ്വാജ ഗോത്ര, അത് യജുർവേദീസ് എന്നാണ് പറയുന്നത്. ആ പരമ്പരയിൽ വരുന്നതാണ്. കർണാടക ആ ഭാഗത്താണ്. സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണരാണ്, ഭരദ്വാജ ഗോത്രയിൽ വരുന്നവരാണ്. അപ്പൊ ഇവർക്ക് 3 മക്കളാണ്. അമർ, സന്തോഷ്, അനുപം, ഇങ്ങനെ 3 പേര്. അമർ, സന്തോഷ്, അനുപം, 3 മക്കൾ. അപ്പൊ ആ 3 പേരില് അമർ ആണ് പിന്നീട് നമ്മുടെ സനാതന ഗോസ്വാമി ആകുന്നതും, സന്തോഷാണ് രൂപഗോസ്വാമി ആകുന്നതും, അനുപമാണ് അനുപമ, ശ്രീവല്ലഭ എന്നാണ് അദ്ദേഹത്തിന് ദീക്ഷ കിട്ടുമ്പോൾ പേര് കിട്ടുക. അപ്പൊ ഈ 3 പേരും വളരെ പഠിക്കാൻ വളരെ നല്ല രീതിയിൽ പഠിക്കുന്ന അത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളായിരുന്നു. അവര് അതില് ഇപ്പൊ സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമിക്കെല്ലാം ഉയർന്ന റാങ്കിലാണ് കിട്ടിയത് നവാബ് ഹുസൈൻ ഷാന്റെ അടുത്ത്. അപ്പോ ഈ ഉയർന്ന റാങ്ക് നവാബ് ഹുസൈൻ ഷാന്റെ അടുത്ത് ലഭിക്കുക എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് അത്രയും ബുദ്ധിശക്തി ഉള്ളവരാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. ഇവരുടെ ബുദ്ധിയെ, അതായത് 17 ഭാഷകൾ അറിയാം, എഴുതാനും വായിക്കാനും. ഇവർക്ക് അറിവില്ലാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ വളരെ വിനീതരാണ്. ഇത്രയും അറിവുണ്ടെന്നുള്ള ഒരു അഹങ്കാരവും ഇല്ല. അവരുടെ ഉള്ളിൽ കൃഷ്ണഭക്തി മാത്രമേ ഉള്ളൂ. എപ്പോഴും ചിരിച്ച മുഖമാണ്. ലോകത്ത് ഒരു വ്യക്തി പോലും അവരെ എതിർത്ത് അവരോട് അസൂയയോ അവരെ ഇഷ്ടമല്ലാത്തതോ ആരുമില്ല. അത്രയും ജ്ഞാനിയും ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിയെ തങ്ങളുടെ രാജ്യത്തിന്, ഒന്നാമത് ഹുസൈൻ ഷാ മുസ്ലിം ഭരണമാണ്. അപ്പൊ മുസ്ലിം ഭരണാധികാരികൾക്ക് അപ്പൊ അസിസ്റ്റന്റ് പറയും, ഈ രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എന്ന് പറയുന്നത് സാധാരണ അപ്പോഴത്തെ പേര് വേറെയാണ്. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എന്നൊക്കെ പിന്നീട് ചൈതന്യ മഹാപ്രഭു ദീക്ഷ കൊടുക്കുമ്പോ പേര് മാറുന്നതാണ്. അപ്പോ ഇവര് രണ്ടുപേരും, അമർ, സന്തോഷ്, ഈ 2 പേരും വളരെ ബുദ്ധിമാന്മാരാണ്. ഇവരെ നമ്മളുടെ സൈഡിൽ എടുത്താൽ എല്ലാരും നമ്മളുടെ സൈഡിൽ വരും. ഹിന്ദുക്കൾ പോലും നമുക്ക് ഹിന്ദുക്കളെ എല്ലാം പിടിച്ചടക്കാനും സാധിക്കും. അവരുടെ സ്നേഹവും നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ നവാബ് ഹുസൈൻ ഷാ ഇവരടുത്ത് നേരിട്ട് ചെന്നിട്ട് പറയും, നിങ്ങൾക്ക് ഞാൻ 2 ചോയ്സ് തരും. ഒന്നെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങളെ ഞാൻ ചീഫ് മിനിസ്റ്റർ, ഫൈനാൻസ് മിനിസ്റ്റർ ഒക്കെ ആക്കാം, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തരാം, കൊട്ടാരവും നിങ്ങൾക്ക് എസ്റ്റേറ്റും എന്ത് പറഞ്ഞാലും തരാം. നിങ്ങളുടെ കൂടാതെ ബ്രാഹ്മണരെയും ഹിന്ദുക്കളെയും പശുക്കളെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് വാക്കു കൊടുക്കും. ഇനി രണ്ടാമത്തെ ചോയ്സ്, ഇനി ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരും വധിക്കപ്പെടും. കൂടാതെ ഈ ഹിന്ദുക്കളും എല്ലാ ആരാധനയും നിർത്തും, അവരുടെ ഹിന്ദു ആരാധന നിർത്തും, ഹിന്ദുക്കളെയൊക്കെ വധിക്കും, പശുക്കളെയെല്ലാം അറവുശാലയിൽ കൊന്നൊടുക്കും എന്ന് പറയും. അപ്പൊ രൂപ, സനാതന ഈ 2 പേരും എന്താ ചെയ്യാറ്? ബ്രാഹ്മണരാണ്. അവർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു നവാബ് ഹുസൈൻ ഷാന്റെ കൂടെ പോകാനായിട്ട്. പക്ഷേ അവരുടെ ജീവിതം ചൈതന്യ മഹാപ്രഭുവിന് ഒഴിഞ്ഞു വെക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഈ ക്രൂരത, നവാബ് ഹുസൈൻ ഷായുടെ ഈ ക്രൂരത സഹിക്കാൻ, പറഞ്ഞാൽ രാജാവാണ്, രാജാവ് എന്തായാലും കൊല്ലും. അപ്പൊ ആ ഒരു കാരുണ്യം കൊണ്ട്, മറ്റുള്ളവരോടുള്ള കാരുണ്യം കൊണ്ട് മനസ്സോടുകൂടി അവർ പോകുന്നതാണ്. അപ്പൊ ഇവർ 2 പേർക്കും പക്ഷെ അവിടെ കൊട്ടാരത്തില് രാജാവിന്റെ, ഇന്ദ്രന്റെ സ്ഥാനമാണ് കൊടുക്കുന്നത്. അവർക്ക് എല്ലാം ചെയ്യാം. അവർക്ക് യജ്ഞങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു, ഓഡിറ്റോറിയം, അവർക്ക് പാട്ട് പാടാം, എല്ലാം അവരുടേതായിട്ടുള്ള കൾച്ചറൽ ഇതൊക്കെ കൊടുക്കാം. എന്നാൽ ഇവർക്ക് പേര് മാത്രം
മുസ്ലിം നാമമാണ് കൊടുക്കുന്നത്. സക്കീർ മാലിക്കും എന്തായിരുന്നു ആ പേര് മറന്നുപോയല്ലോ. അപ്പൊ ആ 2 നാമങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ ആ നാമം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പൊസിഷൻ, ആ ഉയർന്ന പൊസിഷൻ, ഒരു മുസ്ലിം നാമം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടാണ് ആ സമയത്ത് കണ്ടത്. അങ്ങനെ പേര് കൊടുക്കുന്നതേ ഉള്ളൂ, പേര് മാത്രം അങ്ങനെ ഉള്ളൂ. പക്ഷെ അവര് ചെയ്യുന്നതെല്ലാം ഒരു വൈഷ്ണവൻ ചെയ്യുന്ന എല്ലാ പ്രക്രിയയായിരുന്നു അവര് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പല രീതിയിൽ ഒരുപാട് ആൾക്കാർ ഈ 2 പേരെയും കാണാൻ വരും. അത്രയും ബുദ്ധിമാന്മാരായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും ഇവരിൽ കൂടെയാണ് തീരുമാനം എടുക്കുക. ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ അടുത്ത് എത്തും. കൂടാതെ ഇവർ അത്രയും ഉദാരമതികളായിരുന്നു. രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും എല്ലാവർക്കും കാണാൻ വരുന്നവർക്കെല്ലാം ഉദാരമായിട്ട് സംഭാവനകൾ കൊടുക്കുമായിരുന്നു. ഇപ്പൊ രാമകേളി എന്ന സ്ഥലമായിരുന്നു ഇവരുടെ ഏരിയ. രൂപ സനാതനന്മാരുടെ ഏരിയ അവിടെയായിരുന്നു. ഒരു കംപ്ലൈന്റ് പോലും ഇല്ല. ഒരു ആർക്കും ഒരു പരാതി ഇല്ലായിരുന്നു. ഇവരുടെ ഈ അവരുടെ അധീനതയിലുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഒരു പരാതിയില്ല. എല്ലാരാലും സ്നേഹിക്കുന്നു. അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വരെ ഭയങ്കര ഇഷ്ടമായിരുന്നു രൂപ സനാതനന്മാരെ. അങ്ങനെ അവരുടെ 50% പ്രോപ്പർട്ടി എന്താണ് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. ഈ കൂടാതെ വൈഷ്ണവ സേവയ്ക്കും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. കൂടാതെ ഈ രാജാവിന്റെ പക്കലുള്ള എല്ലാ കാര്യങ്ങളും പകുതിയോളം സ്വത്ത് രാജാവ് ഈ രൂപസനാതന്മാർക്കും കൊടുക്കുമായിരുന്നു. അപ്പൊ രൂപസനാതന്മാർക്ക് രാജാവിന്റെ സമ്പത്തിന്റെ പകുതിയോളം അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എന്തും തരാം, പക്ഷെ നിങ്ങൾ എന്നെ വിട്ടു പോകരുത്. ഇതായിരുന്നു രാജാവ് നവാബ് ഹുസൈൻ ഷാഹിന്റെ അപേക്ഷ. അപ്പൊ ഈ രാമകേളിയിൽ ഇവരെങ്ങനെയാണ് ജീവിച്ചത്? അവിടെ തന്നെ ഒരു വൃന്ദാവനം കൊണ്ടുവന്നു. രാമകേളിയില് ഒരു വൃന്ദാവനത്തെ അവർ നിർമ്മിച്ചു. നവവൃന്ദാവനം എന്ന് പറയും. അവിടെ കടമ്പ കാനന ഉണ്ടായിരുന്നു. ഈ കാനനം ഓരോരോ കാടുകൾ പോലെ അവിടെ എല്ലാം ഭഗവാന്റെ സ്മരണ വരുത്താനായിട്ട് അവർ തന്നെ നിർമ്മിച്ചതാണ്. ശ്യാമകുണ്ട്, രാധാകുണ്ട്, ലളിതാകുണ്ട്, ഗോവർദ്ധനം, യമുന, ഇതെല്ലാം അവരവിടെ രാമകേളിയിൽ നിർമ്മിച്ചു. ആ വൃന്ദാവനം എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ ഒരു റെപ്ലിക്ക പോലെയാണ് രാമകേളിയിൽ ഇവർ നിർമ്മിച്ചത്. അങ്ങനെ അവിടെ നിൽക്കുമ്പോ ഞാൻ വൃന്ദാവനത്തിലാണ് എന്നുള്ള സ്മരണയിൽ നമ്മള് പറയുന്നു. ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 64 ഇടങ്ങളിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ ഒന്ന് മധുര അല്ലെങ്കിൽ വൃന്ദാവന വാസം. അപ്പോ ശരിക്കും അവരിപ്പോ വൃന്ദാവനത്തിലല്ല, രാമകേളിയിലാണെങ്കിലും അവിടെ ഒരു വൃന്ദാവനം തന്നെ നിർമ്മിച്ച് ആ ഭാവത്തിൽ അവരവിടെ താമസിക്കുകയാണ്. പിന്നീട് അവരെ ഒരു വിഗ്രഹമുണ്ട്, രാധാ മദൻ മോഹൻ. ആ വിഗ്രഹത്തില് എല്ലാ ദിവസവും സേവനം ചെയ്യുമായിരുന്നു. ഹാരം അർപ്പിച്ച് രാധാ മദൻ മോഹന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ഞങ്ങളെ ഈ അഴുക്കിൽ നിന്നും ഈ ബന്ധനത്തിൽ നിന്നും മുക്തനാക്കണേ. നമുക്കിങ്ങനെ ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോ മുസ്ലിം ഭരണാധികാരികളാണ്. അപ്പൊ ഇവര് ബ്രാഹ്മണരാണ്. അപ്പൊ ഇവര് സേവനം ചെയ്യുന്നത് മത്സ്യമാംസാദികളൊക്കെ കഴിച്ച് അധമരായിട്ടുള്ള ഇവരെ സേവിക്കുകയാണ് ചെയ്യുന്നത്. പശുക്കളെയൊക്കെ കൊന്ന് കഴിക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ല, ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷ തരണേ, ഞങ്ങൾക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കണേ എന്ന് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു രൂപ സനാതനന്മാരുടെ ആ ഒരു ജീവിതം നവാബ് ഹുസൈൻ ഷാഹിന്റെ മിനിസ്ട്രിയിൽ നിന്നപ്പോഴുള്ള. അപ്പൊ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ.